അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ് ഒരു LCD ഡിസ്പ്ലേനെ കൊണ്ടൊരു സ്മോൾ പ്രൊജക്റ്റ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്ന് വെച്ചാൽ നമ്മൾ LCD ഡിസ്പ്ലേയിൽ ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു വേർഡ് പ്രിൻ്റ് ചെയ്യിപ്പിക്കും. അതിൻ്റെ കോഡും കണക്ഷൻസും ഇന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് നമ്മുടെ LCD ഡിസ്പ്ലേ നമ്മളെ ബ്രെഡ് ബോർഡിലേക്ക് നമുക്ക് പ്ലഗ് ചെയ്യണം. ഇത് നമ്മളെ LCD ഡിസ്പ്ലേ പ്ലഗ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ പൊട്ടൻഷ്യോമീറ്ററും ഇതിനകത്ത് പ്ലഗ് ചെയ്യാം. ഇതേപോലെ അത് പ്ലഗ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആർഡിനോ ഊണോ നമ്മൾ ബ്രെഡ് ബോർഡിൻ്റെ മേളിൽ തന്നെ ഇങ്ങനെ വെക്കാം. ഇതേപോലെ ഇത് ഞാൻ ഒരു റബ്ബർ ബാൻഡിനെ കൊണ്ട് ഇത് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ആർഡിനോ ഊണോ ഇതിനകത്ത് പ്ലഗ് ചെയ്തിട്ടുണ്ട് റബ്ബർ ബാൻഡ് സഹായത്തോടെ. ഇനി അപ്പോൾ നമുക്കിതിൻ്റെ കണക്ഷൻസ് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് 2 മെയിൽ ടു മെയിൽ വയർസ് എടുക്കുക. ഞാൻ എടുത്തിട്ടുണ്ട് 2 മെയിൽ ടു മെയിൽ. ഇത് 5 വോൾട്ടിൽ നിന്നും 5 വിന്ന് നമ്മളെ ബ്രെഡ് ബോർഡിൻ്റെ പോസിറ്റീവ് മെയിലിലേക്ക് കണക്ട് ചെയ്യണം. ഇതേപോലെ തന്നെ ഒരു മെയിൽ ടു മെയിൽ വയർ എടുത്തിട്ട് GNTയിലേക്കോ അതേപോലെ തന്നെ കണക്ട് ചെയ്യണം നമ്മളെ ബ്രെഡ് ബോർഡിൻ്റെ നെഗറ്റീവ് റെയിലിലേക്ക്. ഇതേപോലെ ഞാൻ കണക്ഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം LCD ഡിസ്പ്ലേൻ്റെ കണക്ഷൻ. അപ്പോൾ ഇനി ഒരു 4 ബണ്ടിലിൻ്റെ മെയിൽ ടു മെയിൽ വയർ എടുക്കുക, അല്ലെങ്കിൽ സിംഗിളും എടുക്കാമോ. അതിനെ നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ കണക്ട് ചെയ്യാം. ഇതേപോലെ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് GNT എഴുതിയിട്ടുള്ള വയർ ഇതിനകത്ത് GNT VDD VO പിന്നെ RS എഴുതിയിട്ടുണ്ട്. അപ്പോൾ GNT നമുക്ക് ഗ്രൗണ്ട് പിന്നിലേക്ക് കണക്ട് ചെയ്യാം, അതായത് ബ്രെഡ് ബോർഡിൻ്റെ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യാം. ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ VDD പിൻ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യാം. ഇത് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ VO പിൻ നമുക്ക് പൊട്ടൻഷ്യോമീറ്ററിൻ്റെ മിഡിൽ പിന്നിലേക്ക് കണക്ട് ചെയ്യണം. VO അതായത് ഗ്രീൻ വയർ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ മിഡിൽ പിന്നിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ RS പിൻ ഡിജിറ്റൽ പിൻ നമ്പർ 12ലേക്ക് കണക്ട് ചെയ്യണം. RS അതായത് യെല്ലോ. എന്നിട്ട് ഒരു സിംഗിൾ വയർ എടുക്കുക. RW എന്ന് കാണുന്ന പിന്നിലേക്ക് നമുക്ക് ഗ്രൗണ്ട് പിന്നിലേക്ക് കണക്ട് ചെയ്യണം. RW നമുക്ക് ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യണം. പിന്നെ ഈ പിൻ അതിനും നമ്മൾ സിംഗിൾ വയർ എടുക്കുക. ഇത് ഞാൻ ബ്രൗൺ എടുത്തിട്ടുണ്ട്. ഈ പിൻ നമുക്ക് ഡിജിറ്റൽ പിൻ നമ്പർ 11ലാണ് കണക്ട് ചെയ്യേണ്ടത്. ഇതേപോലെ ഈ 11ലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 5 ബണ്ടിലുള്ള ഒരു ഇതെടുക്കുക, മെയിൽ ടു മെയിൽ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് സിംഗിൾ വയറും എടുക്കാനാകും. എന്നിട്ട് ഇത് D7 നിന്ന് D4 വരെ കണക്ട് ചെയ്യുക. ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്ന് എക്സ്ട്രാ ആവുന്നതുകൊണ്ട് ഞാൻ ഇത് BLA അതായത് എന്നും ഇപ്പോൾ ചില ഡിസ്പ്ലേയിൽ ഇത് AK ഉണ്ടാവുക. അപ്പോൾ എൻ്റെ ഡിസ്പ്ലേയിൽ ഇത് BLA പിന്നെ BLK ആണ്. അപ്പോൾ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ. പിന്നെ വേറൊരു സിംഗിൾ വയറും കൂടി എടുക്കുക. അത് BLK അതായത് K എന്ന് കണക്ട് ചെയ്യുക. ഈ BLK നമ്മൾ നെഗറ്റീവിലാണ് കണക്ട് ചെയ്യേണ്ടത്, ഗ്രൗണ്ടിലേക്ക്. അതേപോലെ തന്നെ ഈ A അതായത് BLA നമ്മൾക്ക് പോസിറ്റീവ്, അതായത് നമ്മളുടെ പോസിറ്റീവ് 5 വോൾട്ടിൻ്റെ കണക്ട് ചെയ്യണം. പിന്നെ ഈ DL D6 D5 D4 2 to 5 കണക്ട് ചെയ്യണം. അതായത്
D7 നമുക്ക് D2 കണക്ട് ചെയ്യണം. D6 D3 D5 LCDയിലുള്ള D5 D4 കണക്ട് ചെയ്യണം. ഈ LCDയിലുള്ള D4 നമുക്ക് ആർഡിനോയിലുള്ള D5 കണക്ട് ചെയ്യണം. ഇപ്പം ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് 2 മെയിൽ ടു മെയിൽ വയർ എടുത്തിട്ട് നമ്മൾ ഈ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലുള്ള വയർ, ഞാൻ ഈ വയർ എടുക്കുന്നുണ്ട്, ഈ വയറിനെ നമുക്ക് നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യണം. നെഗറ്റീവ് സൈഡ് ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യണം. അതേപോലെ തന്നെ വേറെ സെക്കൻഡ് വയർ എടുത്തിട്ട് തേർഡ് വയർ 5 വോൾട്ട് അതായത് 5+ കണക്ട് ചെയ്യണം. ഈ കണക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കോഡിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ സർക്യൂട്ടിൻ്റെ കോഡ്. നമ്മൾ ലൈബ്രറി, അതായത് ലിക്വിഡ് ക്രിസ്റ്റൽ ലൈബ്രറി. പിന്നെ നമുക്ക് എന്താ പ്രിൻ്റ് ചെയ്യേണ്ടത്, അതായത് ഈ ബ്രാക്കറ്റിൽ നമുക്ക് റൈറ്റ് ചെയ്താൽ നമുക്ക് ഏതാണ് പ്രിൻ്റ് ചെയ്യേണ്ടത്, അതായത് നമുക്ക് ഈ ഒരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് റൈറ്റ് ചെയ്യണം. നമുക്ക് ഏതാണ് പ്രിൻ്റ് ചെയ്യുന്നത്, ഏത് വേർഡാണ് പ്രിൻ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിത് അപ്ലോഡ് ചെയ്യാം. ഇത് അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വർക്കിങ്ങിലേക്ക് നോക്കാം. അപ്പോൾ ഇപ്പം നമ്മൾ സർക്യൂട്ടിൽ പവർ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനിത് പവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം നല്ല വീഴ്ത്തിക്ക് എന്നാണ് നമ്മൾ പ്രിൻ്റ് ചെയ്യിപ്പിക്കാൻ ബ്രാക്കറ്റിൽ കൊടുത്തത്, അത് നല്ലോണം പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.